നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുമായി ബന്ധമുള്ള ഈ തേർഡ് പാർട്ടിയുടെ ഭാവി എന്താകും. അവരുടെ ഒറ്റയ്ക്കുള്ളതാണ്, നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ഉള്ളതല്ല കേട്ടോ. അവരുടെ കർമ്മഫലം എന്താകും അതാണ് നമ്മൾ നോക്കുന്നത്. കാരണം പലരും വന്ന് ചോദിക്കാറുണ്ട്, തേർഡ് പാർട്ടിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, എന്നെ ഇത്രയും വേദനിപ്പിച്ചിട്ട് അവരിപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. നമുക്ക് നോക്കാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്യാം. ഭഗവാനെ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. തേർഡ് പാർട്ടി റീഡിങ്സിൽ എപ്പോഴും കുറച്ചധികം കാർഡ്സ് വരാറുണ്ട്. നോക്കട്ടെ, ഇവിടെ എന്തൊക്കെയോ മറിഞ്ഞിരിക്കുന്നതായിട്ട് എനിക്കൊരു ഫീലിംഗ്. കുറെ കാർഡുകളുണ്ട്, ഇത്രയും കാർഡുകളാണ് മറിഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഓരോ കാർഡുകളും. ഈ കാർഡ് പറയുന്നത് ഡിവൈൻ വിസ്ഡം, ലിസൺ ടു യുവർ ഇന്നർ വോയിസ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. മിക്ക സമയത്തും നിങ്ങൾ ഇൻറ്റ്യൂഷൻ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോ ഒന്നുമില്ലായിരിക്കാം, നിങ്ങൾക്ക് കുറെ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇൻറ്റ്യൂഷൻ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെയും കൂടെ ഗുണത്തിന് വേണ്ടി യൂസ് ചെയ്യണം, അല്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ യൂസ് ചെയ്യരുത്, അത് നമുക്ക് പണിയാവുമെന്ന് പറയുന്നുണ്ട്. സെൽഫ് കെയർ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം കൂടെ നോക്കാനുള്ള ഒരു മനസ്സ് വെക്കണം. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ജീവിതം, ഭക്ഷണക്രമം, ഉറക്കം, ഇതെല്ലാം ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആത്മാർത്ഥമായിട്ട് ചെയ്യണം, ശുദ്ധ മനസ്സോടെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ക്ഷമ പരിശീലിക്കണം എന്ന് പറയുന്നുണ്ട്. ക്ഷമയില്ലായ്മ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ബന്ധത്തിലാണ് നിങ്ങൾ ഉള്ളെങ്കിലും നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ വിട്ട് കളയരുത്, അവരെയും കൂടെ ചേർത്ത് പിടിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൽ അഡിക്ഷൻ ഉണ്ട്, ഭയങ്കര ഒബ്സഷൻ ആണിത്. അഡിക്ഷൻ ആയ സാധനങ്ങൾ നമ്മളെ കൺട്രോൾ ചെയ്യും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അപ്പൊ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അടുത്ത കാർഡ് പറയുന്നത് നിങ്ങളുടെ ഇത് പലരുടെ റീഡിംഗ് ആണ് കേട്ടോ, ഈ കാണുന്ന പലരുടെ റീഡിംഗ് ആണ്. അപ്പൊ ഇതിൽ പറയുന്നത് നിങ്ങളുടെ ഡിവൈൻ ടൈമിംഗ് വന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നിങ്ങൾ കുറെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നടക്കാതിരുന്നത് ഡിവൈൻ ടൈമിങ്ങിലേ വരുവുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാകാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഇപ്പൊ നടക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. പിന്നെ ഇരുളിൽ നിന്ന് പുറത്തേക്ക് വെളിച്ചത്തിലേക്ക് വരിക എന്ന് വെച്ചാൽ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് വരാൻ, നോളജ് നേടുക, വിദ്യാഭ്യാസം നേടുക, ഹയർ സ്റ്റഡീസിന് പോകാനുള്ളവരൊക്കെ ആണെങ്കിൽ അത് വേണമെന്ന് പറയുന്നുണ്ട്. ചിലര് വളരെ പോയിസണസ് ആയ ടോക്സിക് ആയ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ ടോക്സിസിറ്റി മാറ്റാൻ നിങ്ങൾ ക്ലെൻസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഈ സാധനം മറ്റുള്ളവർക്കും നിങ്ങൾക്കും ഗുണമുള്ള ഒരു കാര്യമല്ല, പക്ഷെ നിങ്ങളുടെ ഒരു ഒബ്സഷൻ കാർഡ് കണ്ടു, അതുകൊണ്ട് നിങ്ങൾ ഈ അവസ്ഥയിൽ നിൽക്കുകയാണ്, ഈ ഒരു സിറ്റുവേഷനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അത് വിട്ടുകളയാതെ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഓം എന്ന മന്ത്രം ജപിക്കണം, അത് മെന്റൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ തെറ്റുകൾ ചെയ്തത് അത് കുറ്റബോധം കൊണ്ട് മാത്രമാവില്ല, അത് തിരുത്താൻ ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ദൈവം നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവം മറുപടി തരുന്നുണ്ട്, പക്ഷെ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നത്. അപ്പോ അത് തിരിച്ചറിയാനുള്ള മനസ്സ് വളർത്തിയെടുക്കണം. എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണാനുള്ള സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ ഓരോ സിറ്റുവേഷനും നമുക്ക് ഇപ്പൊ അനുഭവിക്കുന്നത് ഒരു 2 വർഷം അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അയ്യോ ഇതാണല്ലോ, ഇതിന്റെ റിസൾട്ട് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളുടെ പോസിറ്റീവായ റിസൾട്ട് പിന്നെയും നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പൊ നമുക്കത് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നും. അപ്പൊ എല്ലാത്തിനെയും പോസിറ്റീവായി കാണണം എന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രശ്നത്തിന്റെ സൊല്യൂഷനും കൂടെ നമ്മൾ അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഒരു വഴിത്തിരിവിലാണ്, ആ ഏത് വഴിയാണ് നിങ്ങൾക്ക് ശരിയായത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഏത് വഴി ചൂസ് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, ദൈവം നിങ്ങൾക്ക് വഴികാട്ടിയാകും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിച്ചത്, ദൈവം, ഞാനല്ല. അപ്പൊ നമുക്ക് നോക്കാം
തേർഡ് പാർട്ടിയുടെ ഓവറോൾ എന്ന് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഈ തേർഡ് പാർട്ടി നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ എനർജി, അവരുടെ ജനറൽ എനർജി എന്താണെന്ന് നോക്കാം. തേർഡ് പാർട്ടിയുടെ എനർജി എന്താണ്? ചിലര് ഭയങ്കര സെൽഫിഷ് ആയിരിക്കും. മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെയും മറ്റുള്ളവരുടെ ഭാര്യയെയും ഗേൾ ഫ്രണ്ടിനെയും ബോയ് ഫ്രണ്ടിനെയോ ആരെയൊക്കെ തട്ടിയെടുക്കാൻ ഒരു മടിയില്ലാത്ത ചില എനർജീസ് ഉണ്ട്. ചിലര് അറിയാതെ ഇതിനകത്ത് ചെന്ന് പെടുന്നവരുണ്ട്. ചിലര് അറിഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് മുഴുവനായിട്ട് വേണ്ട, കുറച്ച് സ്നേഹം കുറച്ച് സമയം തന്നാ മതി. പലതരമാണ് തേർഡ് പാർട്ടികൾ കേട്ടോ. നമ്മളെ വ്യക്തിയെ പിടിച്ചുകൊണ്ട് പോകണം, നമ്മളെ ഉപദ്രവിക്കണം എന്ന് പറഞ്ഞ തേർഡ് പാർട്ടികളെ നമുക്ക് ഭയങ്കര പേടിക്കണം നമ്മള്. അപ്പൊ നമുക്ക് നോക്കാം ഈ തേർഡ് പാർട്ടി എന്ത് എനർജിയിലാണ് ഇരിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ എനർജി, തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെയും കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. ഇത് കണ്ടോ, മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടില്ല. പക്ഷെ ഈ തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റി കൊണ്ടുപോകണമെന്നാണ്. കുറച്ച് പേടിക്കേണ്ട തേർഡ് പാർട്ടിയാണിത്. അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. എന്തുകൊണ്ടാണ് ഇവരുടെ എനർജി ഇവിടെ ഇങ്ങനെ വന്നേക്കുന്നത് നമുക്കൊന്ന് നോക്കാം. Alright, അപ്പൊ നമുക്ക് ഈ ക്ലാരിഫിക്കേഷൻ നോക്കാം. ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. ഇത് ഫ്യൂച്ചർ നല്ലതായിരിക്കും. അപ്പോ അവർക്കപ്പോ തിക്താനുഭവങ്ങളുള്ള ഒരു എനർജിയാണ്. കുറെ അനുഭവങ്ങൾ, ചീത്തയായ അനുഭവങ്ങളുണ്ട്. അപ്പൊ നല്ലൊരു ജീവിതം, നല്ലൊരു ഭാവി ആഗ്രഹിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണിത്. നിങ്ങളുടെ വ്യക്തിയുമായിട്ടാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഭർത്താവിനെയോ ഭാര്യയോ എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് മനസമാധാനം തരുന്ന, സന്തോഷം തരുന്ന ഒരു വ്യക്തി എന്റെ ജീവിതത്തിൽ വരണം. അയാളുമായിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് എനിക്ക് ഫ്യൂച്ചർ സന്തോഷമായിട്ട് തീർക്കണമെന്ന് വിചാരിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. നിങ്ങളുടെ വ്യക്തിയോടാണോ എന്ന് നമുക്ക് അടുത്തത് ചോദിക്കാം. അപ്പൊ ഇവര് ഒരു സന്തോഷകരമായ ഒരു ഭാവി ജീവിതം ആഗ്രഹിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. സ്വന്തമാക്കണം, സ്നേഹിക്കുന്ന ആളെ സ്വന്തമാക്കണമെന്ന് വിചാരിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. അപ്പൊ 2 കാർഡ് റിവേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ച് മാനിപ്പുലേറ്റീവ് ആയ തേർഡ് പാർട്ടിയാണ്. അതുപോലെ തന്നെ അവരുടെ പാസ്റ്റിൽ നിന്നും അവരുടെ ഈ പ്രശ്നങ്ങളിൽ നിന്നും അകന്നു പോകണം. അപ്പൊ അവർ ചിലപ്പോൾ ഓൾറെഡി മാരീഡ് ആയിരിക്കും, വേറൊരാളുടെ ഭാര്യയോ ഭർത്താവോ ആയിരിക്കും, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ആയിരിക്കും. പക്ഷെ അവിടെ ഹാപ്പി അല്ല. അപ്പോ നിങ്ങളുടെ വ്യക്തിയെ കാണുകയോ അല്ലെങ്കിൽ ഇവർ ഇഷ്ടപ്പെടുന്ന അവർക്ക് കുറച്ചെങ്കിലും സമാധാനം, നമ്മൾ അകന്ന് നിൽക്കുമ്പോൾ സന്തോഷവും സമാധാനം കിട്ടുന്ന റിലേഷൻഷിപ്പില് നമ്മൾ കല്യാണം കഴിച്ച് സ്വന്തമായി ഒരുമിച്ച് ജീവിക്കുമ്പോൾ അത് സന്തോഷം, അതേ അനുഭവം നമുക്ക് ഉണ്ടാവണം എന്നില്ല കേട്ടോ. ഈ അകന്ന് നിൽക്കുമ്പോൾ കാണുന്ന അട്രാക്ഷൻ അടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാവണം എന്നില്ല. അത് അത്രയും വിവരമില്ലാത്ത ഒരു തേർഡ് പാർട്ടിയാണ്. ഇവർ വിചാരിക്കുന്നത് ഈ അകന്ന് നിൽക്കുമ്പോൾ 2 വീട്ടിൽ താമസിക്കുന്നവർ, 2 ബന്ധത്തിൽ നിൽക്കുന്നവര് തമ്മിലൊരു ബന്ധം വരുമ്പോ അത് ഇവിടെ ഒരു സമാധാനം ഇപ്പൊ കാണുന്നുണ്ട്. പക്ഷെ അത് സ്വന്തമാക്കി കഴിഞ്ഞാല് ഉണ്ടാവോ ഇല്ലയോ എന്ന് ഇവർക്ക് തീർച്ചയില്ല. എന്നാലും അവർ ആഗ്രഹിക്കുന്നുണ്ട് അത്. അപ്പൊ ഇവിടെ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. വളരെയധികം കള്ളത്തരങ്ങൾ പറയുന്ന, വളരെയധികം അഭിനയിക്കുന്ന ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി. എന്ന് വെച്ചാൽ അവർ വിചാരിക്കുന്ന കാര്യം നേടിയെടുക്കാൻ വേണ്ടി അവര് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെയുള്ളത് ഹാങ്ഡ് മാൻ റിവേഴ്സ് ആണ്. അപ്പോൾ അവർ ഏതോ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. അവർ ഒട്ടും ഹാപ്പി അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ അവർ സ്റ്റക്കാണ്. അപ്പൊ ഒരു ബന്ധമാണ്. അവിടെ നിന്ന് അവർ ഒരു സമാധാനപരമായ സന്തോഷപരമായ ഒരു ജീവിതത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആരെയാണ് ഇവർ കണ്ടുവച്ചിരിക്കുന്നത്? അവരുമായിട്ടുള്ള ഒരു ജീവിതം ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവര് ജെമിനി ഉണ്ട്, പൈസസ് ഉണ്ട്, അക്വേറിയസ്, ലിബ്ര, ജെമിനി ഉണ്ട്. അപ്പോ നിങ്ങളുടെ വ്യക്തിയാണോ ഇവർ കണ്ടുവച്ചിരിക്കുന്നത്? തേർഡ് പാർട്ടിക്ക് പലരും ഉണ്ടാവാം, ഒരാളെ ചൂസ് ചെയ്യുന്നു എന്ന് മാത്രം. മീൻസ് അവരുടെ കണ്ണിൽ കുറെ പേരുണ്ടാവും, അവർ പലരുമായിട്ട് സംസാരിക്കുന്നുണ്ടാവും, പലരുമായിട്ട് ബന്ധം ഉണ്ടാവാം. അതിൽ ബെറ്റർ ആയ ഒരാൾ നിങ്ങളുടെ വ്യക്തി ആവണം എന്നില്ല. ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ എനർജി. ഇവരുടെ കഷ്ടപ്പാടിൽ നിന്ന് അവർ നല്ലൊരു സമയത്തേക്ക് പോകണം. അപ്പം ആരാണ് അവർക്ക് ആ ഒരു സന്തോഷകരമായ സമാധാനപരമായ ജീവിതം കൊടുക്കാൻ പറ്റുന്നത് ആരാണെന്നാണ് ഇവർക്ക് തോന്നുന്നത്, അവരുടെ ജീവിതമാണ് ഇവർ തട്ടിയെടുക്കാൻ പോകുന്നത്. ഓൾറൈറ്റ്. അപ്പോ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇവരുടെ എനർജി ഇങ്ങനെയാണ്. ഇവരുടെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ? ഇവര് ഭയങ്കര ചെലുത്താനാണ്. കുറച്ച് കാർഡുകളിലൂടെ വന്നിട്ടുണ്ട്. ഭയങ്കര സാധനമായ ഒരു കാർഡാണിത്. ഒരു ആളാണിത്. ഇത് ഡബിൾ ഇങ്ങനെ തന്നെ വന്നത്. ഞാൻ വെച്ചപ്പോ തിരിഞ്ഞു പോയതാണ്. ഓക്കെ, ഇവര് ഈ ഡെവിളിനെയും
ഇത് ഇത് എന്താ പറയാ, ഒരു മറയില്ലാതെ സ്നേഹിക്കുന്ന, കളങ്കമില്ലാതെ സ്നേഹിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതിന്റെ തൊട്ടിപ്പുറത്ത് ഡെവളാണ് വന്നത്. അപ്പൊ ഈ ഡെവളും ഇത് അഭിനയമാണ്. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് അഭിനയിക്കുന്ന, എല്ലാം സഹിക്കുന്നതായിട്ടും എല്ലാം ക്ഷമിക്കുന്നതുമായിട്ടും അഭിനയിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണിത് കേട്ടോ. അപ്പൊ അവര് പ്ലാനിങ് ഒന്നും ചെയ്തിട്ടില്ല തൽക്കാലത്തേക്ക്. ഇവര് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വിൻഡോ ഷോപ്പിംഗ് ചെയ്യാണ്, ഇന്ന ആള് പറ്റുമോ, ഇന്ന ആള് പറ്റുമോ, ഇന്ന ആള് പറ്റുമോ എന്ന്. അപ്പൊ പക്ഷേ തീരുമാനിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയാണിത്. ഇവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാല് പിന്നെ അവര് ഇപ്പൊ നിങ്ങളുടെ വ്യക്തി ഓക്കെ, ചില വ്യക്തികള് ഭാര്യ കുട്ടികൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കില്ല. അവര് അതിൽ നിന്നുകൊണ്ട് തന്നെ വെറുതെ ടൈം പാസിന് തേർഡ് പാർട്ടി ബന്ധങ്ങൾ വെക്കുന്നുണ്ട്. പക്ഷെ ചിലര് അത് ഭാര്യ കൊള്ളില്ല അല്ലെങ്കിൽ ഭർത്താവ് കൊള്ളില്ല, പുതിയൊരു തേർഡ് പാർട്ടിയെ കിട്ടി, അപ്പൊ അവരാണെങ്കിൽ ബെസ്റ്റ് ആണെന്ന് തോന്നുന്നു, നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്, എന്നാ പിന്നെ ഇവരുടെ പുറകെ പോകാം എന്ന മട്ടില് നിൽക്കുന്ന ഒരു അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ എങ്കിൽ, ഇവര് തീരുമാനം എടുത്തു കഴിഞ്ഞാല് എന്നുവെച്ചാൽ ഇവര് ചൂസ് ചെയ്യാണല്ലോ, ഇത് വേണോ ഇത് വേണോ ഇത് വേണോ എന്ന്. അപ്പൊ നിങ്ങളുടെ വ്യക്തിക്കാണ് നറുക്ക് വീണമെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ, ഇവരുമായിട്ട് ഹാപ്പിയാണ്, ഇവരാണ് ബെസ്റ്റ് എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഈ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. വേറെ ഒന്നും അവർ നോക്കില്ല. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മറ്റുള്ളവർ വേദനിക്കുന്നു, നിങ്ങൾക്ക് നഷ്ടമുണ്ടാകുന്നു, നിങ്ങൾക്ക് കുട്ടികളുണ്ട്, ഫ്യൂച്ചറിൽ നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ ഇത് ബാധിക്കും, ഇതൊന്നും ഇവരെ ബാധിക്കുന്നില്ല. ഇവര് പെട്ടെന്ന് ഈ അഭിനയിച്ചിരിക്കുന്ന കള്ളത്തരം കാണിക്കുന്ന ഇവര് തീരുമാനം എടുക്കാനുള്ള താമസമേ ഉള്ളൂ. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇവര് പിന്നെ മറ്റുള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാവുന്നു, എവിടെ പ്രശ്നം, അങ്ങനെ പ്രശ്നം, നിങ്ങളുടെ ഫാമിലിയുടെ ജീവിതം എന്താവും, അതൊന്നും അവർക്ക് നോക്കണ്ട. അവർ പെട്ടെന്ന് ആക്ഷൻ എടുക്കും. നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് മുങ്ങാൻ നോക്കും. ഇതാണ് അപ്പൊ അവര് ചിലപ്പോൾ പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്ഥലമൊക്കെ കണ്ടുവച്ചിട്ടുണ്ടാവും താമസിക്കാനായിട്ട്. ഇപ്പൊ തൽക്കാലത്തേക്ക് ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല. അവർ തീരുമാനം എടുക്കാത്തത് കൊണ്ട് മാത്രമാണതെന്നാണ് പറയുന്നത്. ഇവിടെ കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. അവരുടെ ഭാവി എന്താണ്? ഇങ്ങനെ ചെയ്യുന്ന ഇവര് ഭയങ്കര ക്രൂരതയുള്ള ഒരു എനർജിയാണ്. ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് നിങ്ങൾ കാരണമല്ല, ഇവരുടെ ഭർത്താവ് അല്ലെങ്കിൽ ഇവരുടെ ഭാര്യ. ഒരു മിനിറ്റ്, 2 കാർഡ് താഴെ നിർത്തിയിരുന്നു കേട്ടോ. ഈ ആൾക്കാരുടെ പ്രത്യേകത എന്താ അറിയോ, അവരുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങള് മറ്റുള്ളവരുണ്ടാക്കിക്കോ. എന്നെ ആരും സഹായിക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ സഹായിക്കണം? എന്നെ എല്ലാവരും വേദനിപ്പിക്കുന്നു, പിന്നെ ഞാൻ എന്തിനാ മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്നത്? എന്നെ എല്ലാവരും, പക്ഷെ നിങ്ങളല്ല, വേറെ ആരോ പറ്റിച്ചത്. പക്ഷെ അവർ ചിന്തിക്കുന്നത് എല്ലാവരും അതിന് ഭാഗമാണ് എന്നാണ് കാണുന്നത്. അപ്പൊ ഇവര് അങ്ങനത്തെ ഒരു എനർജിയാണ്. ഒരു വലിയ ജ്ഞാനമൊന്നുമില്ലാത്ത, വളരെ സ്വാർത്ഥതയുള്ള, ഒട്ടും വിവരമില്ലാത്ത ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി എന്നാണ് കാണിക്കുന്നത്. ഇവരുടെ ഭാവി എന്താണ് ആവാൻ പോകുന്നത്? ഇവരുടെ ഭാവിയിൽ ഇവരെ കാത്തിരിക്കുന്നത് എന്താണ് ഭഗവാനെ? ഇവരുടെ ഭാവിയിൽ ഇവരെ കാത്തിരിക്കുന്നത് എന്താണ്? ഇത്രയും കാര്യങ്ങളൊക്കെ കാത്തിരിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ ഒരു റീഡിങ്ങിൽ അത് പറയാൻ പറ്റില്ല ഭഗവാനെ. എനിക്കൊരു 2-3 കാർഡ് തന്നെ പ്ലീസ്. പെർഫെക്റ്റ് ആയ 2-3 കാർഡ്. ആദ്യം വന്ന കാർഡ് സ്ട്രെങ്ത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവർക്ക് അസുഖം ബാധിക്കും. ഇത് കണ്ടോ, ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത്. ഇവര് ഈ റിലേഷൻ, നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഇവർക്ക് നഷ്ടമാകും കേട്ടോ. കാരണം ഇവര് ഇങ്ങനെയാണ് വരേണ്ടത്. ഇതിന്റെ മുകളിലാണ് ഇതിങ്ങനെയാണ് വരേണ്ടത്. ഇവര് വിവാഹം കഴിക്കാനോ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് ഇവര് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവരൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. ഈ സമയം മാറും. ഇപ്പൊ ഇവർക്ക് അസുഖം വരും. ഇവര് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകും. നിങ്ങളുടെ വ്യക്തിയുമായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് ഇവര് പോകും. പക്ഷെ പിന്നീട് പതുക്കെ ഇവരുടെ ഹെൽത്ത് പോകാൻ തുടങ്ങും. മനസ്സിലായോ? വളരെയധികം ചിലപ്പോൾ മാരകമായ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇത് അവസാനത്തിലേക്കാണ് പോകുന്നത്. ഡെത്ത് കാർഡാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടിക്ക് ഞാൻ അങ്ങനെ ഡെത്ത് പ്രെഡിക്റ്റ് ചെയ്യാറില്ല. ആരുടെയും മരണം നമ്മൾ പറയാൻ പാടില്ല. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റീഡർ ആണെന്ന് എനിക്ക് വിശ്വാസമില്ല ഞാൻ. അപ്പൊ ആരുടെയും മരണം ഞാൻ പറയാറില്ല. പക്ഷെ ഇവിടെ ഒരു ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അത് ചിലപ്പോ ഇവരുടെ റിലേഷൻഷിപ്പിന്റെ ഗതി മാറുമെന്നാവാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് അവസാനിക്കുമെന്നാവാം. എന്തായാലും ഇവിടെ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കാണിക്കുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ സമയം, കാലചക്രം കറങ്ങുമ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇവർ തമ്മിൽ കൂടുതൽ സീരിയസ് ആകും. പക്ഷേ ഇവർക്ക് ഭയങ്കര ഭീകരമായ എന്തോ ഒരു അവസ്ഥ വരും ഇവർക്ക്. അതോടുകൂടെ ഈ റിലേഷൻഷിപ്പ് അവസാനം. ഒന്നില്ലെങ്കിൽ ഇവർക്ക് വളരെയധികം മാരകമായ എന്തെങ്കിലും അസുഖം വരാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും ഇവരുമായിട്ടുള്ള ബന്ധത്തില് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായി
നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ ഇവരെ തിരിച്ചറിയുമായിരിക്കും. ഇവിടെ വളരെ സ്ട്രോങ് ആണ്. ഇത് വീക്ക്നെസിന്റെ കാർഡാണ്. കാലചക്രം മാറുന്നു. ഇവിടെ സെലിബ്രേഷന്റെ കാർഡ് പറയുന്നത് തൊട്ടടുത്ത് തന്നെ ഡെത്ത് കാർഡാണ് വരുന്നത്. അപ്പൊ എല്ലാം കൂടെ തകർന്നടിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ വ്യക്തി, നമ്മളെപ്പോഴും അവരെന്തുകൊണ്ടാണ് ഇത്രയും സന്തോഷത്തിൽ ഇരിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ട്. എല്ലാവർക്കും നല്ല കാലവും ചീത്തക്കാലവും ഉണ്ട്. അപ്പൊ ഇവരുടെ ചീത്തക്കാലം വരാൻ കുറച്ചും കൂടെ അവരുടെ സ്വഭാവം കൊണ്ടും അവരുടെ ടോക്സിസിറ്റി കൊണ്ടുമാണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. മനസ്സിലായി? അത് അവർ മനസ്സിലാക്കുന്നില്ല. അവരൊരിക്കലും മനസ്സിലാകില്ല. ഇങ്ങനെയുള്ളവർക്ക് വളരെ നമ്മളുടെ ശരീരത്തിനും മനസ്സിനും ടോക്സിസിറ്റി കൂടുമ്പോഴാണ് നമുക്ക് മാരകമായ അസുഖങ്ങൾ വരുന്നത്. ഈ ലോകം മുഴുവനും എനർജിയാണ്, നമ്മളുടെ ശരീരത്തിലും എനർജിയാണ്. അപ്പൊ നമ്മൾ റിലീസ് ചെയ്യേണ്ട എനർജി മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവർക്ക് അർഹതയുള്ള കാര്യങ്ങൾ നമ്മൾ പിടിച്ചു വെക്കുമ്പോൾ, അത് അത് ഒരാളുടെ സ്നേഹമായാലും സ്വത്തായാലും പൈസ ആയാലും എന്തായാലും, സമയമാണ്, മീൻസ് അയാളുടെ ടൈം ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് പെടാത്തത് നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ അത് നമുക്ക് മരുന്നിന് കൊടുത്ത് തീർക്കാനേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യാനുള്ള പൈസ ആയിരിക്കും അത്. എപ്പോഴും നമ്മൾ ഓർക്കുക അത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇവർക്കുള്ള കർമ്മം ഫലം ഭയങ്കര ഭീകരമാണ്. അത് നിങ്ങൾ അറിയാനും ഇടവരും കേട്ടോ. ഇങ്ങനൊരു റീഡിങ് ആർക്കും ദോഷമൊന്നും വരണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. ഓരോരുത്തരുടെ കർമ്മഫലമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കർമ്മഫലം നമ്മൾ തന്നെ വരുത്തിയെടുക്കണം. അതിൽ മറ്റുള്ളവർക്ക് ആർക്കും ഉത്തരവാദിത്വവുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് തേർഡ് പാർട്ടിക്ക് വരാൻ പോകുന്നത്. ഇവിടെ ലിയോ കാണിക്കുന്നുണ്ട്, ടോറസ്, ലിയോ, എക്വയറിയസ്, സ്കോർപിയോ. ഇവിടെ സ്കോർപിയോ കാണിക്കുന്നുണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, പൈസിസ് ഉണ്ട്, ജെമിനായി ഉണ്ട്. ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ നോക്കാൻ പോയത് ഇത് എത്ര നാള് ഈ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഉണ്ടാകും, ഇതാണ് ഞാനൊന്ന് നോക്കുന്നത്. ഒരു അപ്രോക്സിമേറ്റ് ടൈമേ പറയാൻ പറ്റുള്ളൂ, എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. എന്നാലും ഇന്ന ദിവസം എന്നൊന്നും പറയാനുള്ള കപ്പാസിറ്റി ഈ കാർഡുകൾക്കില്ല. അപ്രോക്സിമേറ്റ് ഒരു സമയം പറയുന്നേ ഉള്ളൂ കേട്ടോ. ദൈവമല്ലല്ലോ നമ്മളൊന്നും. വിന്റർ സീസണിലാണ്, മഞ്ഞുകാലത്ത്. അപ്പോ അത് ഏത് വർഷം വേണമെങ്കിലും ആവാം. നവംബർ, ഡിസംബർ, ജാനുവരി, ആ സമയം, ഫെബ്രുവരി, ആ സമയമൊക്കെ ആവുമ്പോഴാണ് തണുപ്പ് കാലം വരുന്നത്. അപ്പൊ ആ സമയം ആവുമ്പോഴാണ് ഇവര് തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ചിലപ്പോ അവർക്ക് ലങ്സിന്റെ പ്രോബ്ലം എന്തെങ്കിലുമൊക്കെ ഉള്ള ആളായിരിക്കാം. അപ്പൊ വിന്റർ സീസണിലാണ് ഈ ഒരു പ്രശ്നം വരാൻ പോകുന്നത്. ചിലപ്പോ 1.5 വർഷത്തിനുള്ളിലായിരിക്കാം ഈ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും അതുകൊണ്ടായിരിക്കും നിങ്ങളോട് ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് പറഞ്ഞത്. ഒരു കാർഡ് പറഞ്ഞു ക്ഷമ വേണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുക. വഴിത്തിരിവിലാണ്. അപ്പൊ ഇതൊരു വഴിത്തിരിവാണ്. നിങ്ങൾക്ക് ഈ ആളെ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപേക്ഷിച്ച് പോവാം. വേണമെന്നാണെങ്കിൽ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വഴി കാണുന്നില്ലെങ്കിൽ ദൈവമായിട്ടൊരു വഴി കാണിച്ചു തരുമെന്നൊരു വഴിത്തിരിവിന്റെ കാർഡ് കണ്ടു. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഓർക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തന്ന് എല്ലാവരും അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ. പറഞ്ഞു വന്നത് എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവരും ക്ഷമയോടെ ജീവിതത്തെ കാണുക, പോസിറ്റീവായിട്ട് കാണുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.